ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി തരുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ശിമയോന്റെ സ്തോത്രഗീതമാണ് നാം ദർശിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രധാനമായും 3 സ്തോത്രഗീതങ്ങളാണ് നാം കാണുക. 1 സക്രിയായുടെ സ്തോത്രഗീതം, 2 മറിയത്തിന്റെ സ്തോത്രഗീതം, 3 ശിമയോന്റെ സ്തോത്രഗീതം. ദൈവശാസ്ത്ര പണ്ഡിതനായ സ്റ്റീഫൻ ഫാറിസ് ഈ സ്തോത്രഗീതങ്ങളെ 3 തലങ്ങളിൽ തിരിക്കുന്നുണ്ട്. ഒന്നാമതായി, ഈ 3 സ്തോത്രഗീതങ്ങളിലും നാം കാണുക 3 പേർക്കും ആദ്യം ഒരു പ്രോമിസ് അഥവാ വാഗ്ദാനം നൽകപ്പെടുന്നുണ്ട്. സക്കറിയായ്ക്ക് വാർദ്ധക്യത്തിൽ നിന്റെ ഭാര്യ ഒരു ശിശുവിന് ജന്മം നൽകുമെന്ന വാഗ്ദാനവും, മറിയത്തിന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രന് ജന്മം നൽകുമെന്നും അവന് യേശുവെന്ന് പേരിടണമെന്നും, അവസാനമായി ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ശിമയോന് നീ രക്ഷകനെ കാണുമെന്ന വാഗ്ദാനവും. രണ്ടാമതായി, ഈ പ്രോമിസിന്റെ ഒരു ഫുൾഫിൽമെന്റ് നടക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വാഗ്ദാനം നിറവേറപ്പെടുന്നു. യോഹന്നാൻ ജനിക്കുന്നു, യേശു ജനിക്കുന്നു, ശിമയോൻ യേശുവിനെ ദർശിക്കുന്നു. 3-ാമത്തെ തലമാണ് സ്തോത്രഗീതം. ഈ സ്തോത്രഗീതങ്ങൾ നാം കാണുക കേവലം സ്തുതിഗീതമായി മാത്രമല്ല, അത് ഒരു നന്ദി പ്രകാശനം കൂടിയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ പ്രവചനങ്ങളുടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള നന്ദി പ്രകാശനമായിട്ടാണ് ഈ സ്തോത്രഗീതങ്ങൾ ഇവർ ആലപിക്കുക. അതുകൊണ്ട് തന്നെ ഹിംസ് ഓഫ് പ്രൈസ് ഒരു ഹിംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ് കൂടിയാണ്. ദൈവം തന്ന നന്മകൾക്കുള്ള കൃതജ്ഞതാഗീതം. സ്തോത്രഗീതം ഒരു ക്ലൈമാക്സ് ആണ്. വാഗ്ദാനം നൽകപ്പെടുന്നു, വാഗ്ദാനം നിറവേറുന്നു, അവസാനമായി വാഗ്ദാനം പൂർത്തീകരിച്ചതിന് ദൈവത്തിന് നന്ദി പ്രകാശനം. ഈ സ്തോത്രഗീതങ്ങളുടെ മറ്റൊരു പ്രത്യേകത, ഇവ വരാനിരിക്കുന്ന രക്ഷാകര ദൗത്യത്തിൻ്റെ ഒരു സന്ദേശം പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ 3 തലങ്ങളിൽ ഇന്നത്തെ സുവിശേഷം ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ശിമയോന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 1, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ലഭിച്ചവനാണ് ശിമയോൻ. 2, വാർദ്ധക്യത്തിൽ അവൻ്റെ കണ്ണുകൾ ദർശിച്ചത് രക്ഷകനായ ദൈവത്തെയാണ്. 3, അവൻ്റെ ജീവിതം ദേവാലയത്തിൽ ദൈവസന്നിധിയിലുള്ളതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ അവിടുന്ന് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ശിമയോന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതാണല്ലോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് പ്രായഭേദമന്യേയാണ്. വാർദ്ധക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്നവരായ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ കണ്ണുകൾ പ്രത്യാശയും വിശ്വാസവുമുള്ളതാണെങ്കിൽ ജീവിതത്തിലെ ഏതൊരവസ്ഥയിലും ഏതൊരു പ്രതിസന്ധിയിലും നിങ്ങളും ദർശിക്കും രക്ഷകനായ ദൈവത്തെ. ഓരോ ദിവസവും ദൈവം നമ്മെ ക്ഷണിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പുതിയ അനുഭവങ്ങളിലേക്കാണ്. അതല്ലേ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ ദൈവസാന്നിധ്യം. ശിമയോന്റെ ജീവിതത്തിൽ അവൻ ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ടല്ലേ അവന് രക്ഷകനെ കയ്യിലെടുക്കാൻ സാധിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, ഈ ദിനം ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനും ദൈവത്തെ കാത്തിരിക്കുവാനും ദൈവം നൽകുന്ന ഓരോ അനുഭവവും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന ബോധ്യത്തിലേക്ക് വളരുവാനും. നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നു ദൈവമേ, ശിമയോനെ പോലെ നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിയുവാനും ആ പദ്ധതിക്കനുസൃതമായി ജീവിക്കുവാനും ക്ഷമയോടെ നിന്റെ സന്നിധിയിൽ നിന്നെ എന്നും കാത്തിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ.